ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതൊരു ലോങ് വീഡിയോ ആണ്. എന്തിൻ്റെയെന്ന് ചോദിച്ചാൽ ഞാൻ ഫുഡ് ഉണ്ടാക്കുകയാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും. ചിക്കനൊക്കെ നല്ല മസാലയൊക്കെ തിരുമ്പി വെക്കുന്നുണ്ട്. ഞാൻ ക്യാമറ ഓൺ ആക്കിയതിന് ശേഷം വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ പിന്നെ അത് മറന്നുപോയി. അതുകൊണ്ട് തന്നെ അതിക്ക് പൊടി ഇടുന്നതും എല്ലാ കാര്യങ്ങളൊന്നും ഇടുന്ന വീഡിയോ ഞാൻ എടുത്തു എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അത് വീഡിയോ ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നോക്കുമ്പോൾ ഈ മസാലയും കാര്യങ്ങളൊക്കെ തേച്ച് കഴിഞ്ഞിട്ടാണ് വീഡിയോ അത് ആയിട്ടില്ല എന്ന് മനസ്സിലായത്. എന്തായാലും ഞാൻ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മസാലയും കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോയുടെ ഫസ്റ്റ് നിങ്ങൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുകയാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് അങ്ങനെ കൂടുതൽ എനിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഏതായാലും എനിക്ക് യൂട്യൂബും കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. എനിക്കെൻ്റെ ജീവിതത്തിൽ ബിരിയാണിയിൽ എവിടുന്ന് എന്ത് കിട്ടിക്കഴിഞ്ഞാലും എൻ്റെ അമ്മ ഉണ്ടാക്കണത് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ്. അത് ഒരു ദിവസം 3 നേരം കിട്ടണമെന്നുണ്ടെങ്കിലും ഞാൻ കഴിക്കും. അപ്പോൾ ഒരുവിധം ഇമ്മ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചിക്കനും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ളിയും തക്കാളിയും ഒക്കെ റെഡിയാക്കി വെക്കുകയാണ്. മക്കൾ രണ്ടാളും മുറ്റത്ത് കൂടെ ആയിട്ടും ഉള്ളിൽ കൂടെ ആയിട്ടും നല്ല കളിയിലാണ്. കാരണം ബിരിയാണി ഉണ്ടാക്കാന്ന് പറയുമ്പോൾ കുറച്ച് റിസ്ക് തന്നെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം കുറച്ച് റിസ്ക്കാണ്. കാരണം നമ്മൾ എപ്പോഴും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് തന്നെയാണത്. അങ്ങനെ ഞാൻ ആദ്യം തന്നെ ചിക്കൻ പൊരിച്ചാൻ വേണ്ടിയിട്ടാണ് പോണത്. ചിക്കൻ പൊരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ളത് എടുത്താൽ മതിയല്ലോ. അപ്പം ചിക്കൻ പൊരിച്ചൊരു ഭാഗത്തേക്ക് വെക്കട്ടെ വിചാരിച്ചിട്ട് അതിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. മക്കൾ രണ്ടാളും നല്ല കളിയിലാട്ടോ. ഞാൻ ഇടയ്ക്ക് വന്ന് ഓല ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വല്ല കച്ചറയും കാര്യങ്ങളും കൂടുന്നുണ്ടോ. അതേപോലെ നമ്മൾ അടുക്കളയിൽ അത്രയും ഓലടുത്ത് ഒന്ന് ശ്രദ്ധിക്കണമല്ലോ. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒപ്പിക്കും അതിനിടയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓല് നല്ല കളിയിലാണ്. ചിക്കന് കുറച്ചായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നെയ്ച്ചോറും പാടെ വെക്കാൻ വിചാരിച്ചിട്ട് നെയ്ച്ചോറാക്കിയിട്ടാണ് ബിരിയാണി ആക്കണത്. അപ്പോൾ അതുകൊണ്ട് അരിയൊക്കെ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കണം. ചിക്കന് കുറച്ചായിട്ടാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ചിക്കൻ പൊരിച്ചതിൻ്റെ കൂടെ തന്നെ ഞാൻ പിന്നെ മറ്റേ അടുപ്പിൽ മറ്റേ അണ്ടിപ്പരിപ്പും മുന്തിരിയും അതേപോലെ ഉള്ളിയൊക്കെ ഒന്ന് പിന്നെ എണ്ണയിലെടുത്ത് വറുത്തെടുക്കുന്നുണ്ട്. എന്തൊക്കെ വ്യത്യസ്തരം ഫുഡ് ഉണ്ട് എന്ന് പറഞ്ഞാലും നമുക്ക് ബിരിയാണി അധിക പേർക്കും ബിരിയാണി ഫേവറേറ്റ് തന്നെ ആയിരിക്കും. ചോറിനുള്ള ക്യാരറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പൊരിച്ചെടുത്ത ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റി വെക്കുകയാണ്. അതിനുപയോഗിച്ച എണ്ണ ഞാൻ പിന്നെ നെയ്ച്ചോറൊക്കെ വേണ്ടിയിട്ട് എടുക്കാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ചിക്കൻ ഇതാ അടിപൊളിയായി പൊരിച്ചെടുത്തുക്കണു. ഇനി അടുത്തത് ആ എണ്ണയിൽ തന്നെ പിന്നെ മസാല ഉണ്ടാക്കണം. മസാല ഉണ്ടാക്കുമ്പോൾ ഉള്ളി ഒക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി തക്കാളി ഞാൻ പിന്നെ മിക്സിയിൽ അടിച്ച് പേസ്റ്റ് ആക്കണം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പോൾ സാധാ പോലെ ഉള്ളി ആദ്യം വാട്ടിയതിന് ശേഷം പിന്നെ ഞാൻ അതൊക്കെ നല്ലോണം ഉള്ളിയൊക്കെ നല്ല ആയി വന്നതിന് ശേഷം പിന്നെ തക്കാളി ഇട്ട് കൊടുക്കാൻ തന്നെ വിചാരിക്കണത്. അത് ഞാൻ പേസ്റ്റ് ആക്കണം എന്നാണ് വിചാരിച്ചിരുന്നത്. ഇമ്മ എപ്പോഴും അങ്ങനെ ചെയ്യല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതിന് പറ്റിയില്ല. ആ ഒരു സമയത്ത് കറണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ സാധാ പോലെ തന്നെയാണ് ഉള്ളി വാടിയതിന് ശേഷം അതിക്ക് പിന്നെ മല്ലിയിലയും പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി അതിൻ്റെ ഒരു ചവർപ്പ് മാറണ വരെ ഒന്നിങ്ങനെ വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം അതിക്ക് പേസ്റ്റും കാര്യങ്ങളും ഇട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നെ അതേപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല, ഗരം മസാല അങ്ങനെയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായി ഒന്ന് ലേസം വെള്ളം പറന്ന് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് തൈരും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ടൈം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ അതിന് ശേഷം വേണം ചിക്കന് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. അങ്ങനെ ചിക്കന് മുഴുവൻ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അത് നല്ലോണം എല്ലായിടത്തേക്കും എത്തുന്ന വിധത്തിൽ ഞാൻ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നല്ലോണം മിക്സാക്കിയതിന് ശേഷം ഒന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് മസാലയ്ക്കൊന്ന് പിടിച്ചാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വെക്കുന്നുണ്ട്. ഇനി അടുത്തത് പിന്നെ ചോറ് വെക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ബിരിയാണിക്കുള്ള മസാലയും കാര്യങ്ങളും ആയപ്പോൾ തന്നെ കുറച്ച് ഭാരം നമുക്ക് ഒഴിവായി കിട്ടി. കാരണം ഇതാണ് മെയിനായിട്ട്, ചിക്കനും മസാലയൊക്കെയാണ് കുറച്ച് മെയിനായിട്ട് നമുക്കിതിൽ പണി വരുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ചോറും കാര്യങ്ങളും എനിക്ക് സിമ്പിളായിട്ടാണ് തോന്നുന്നത്. കാരണം നെയ്ച്ചോറ് വെച്ചതിന് ശേഷമാണ് ഞാനത് ബിരിയാണി ആക്കണത്. പിന്നെ അതിലേക്കുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ വലിയ ഉള്ളിയും അതേപോലെ തന്നെ ക്യാരറ്റും ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം എണ്ണയിലിട്ടിങ്ങനെ ഇളക്കിയതിന് ശേഷം അതൊന്ന് ആയി വന്നതിന് ശേഷമാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഇത്ര ഗ്ലാസ് അരിക്ക് അതിൻ്റെ ഇരട്ടിയായിട്ടാണ് ഞാൻ വെള്ളം എടുത്തിക്കണത്. ഇപ്പോൾ 3 ഗ്ലാസ് അരിയാണെന്നുണ്ടെങ്കിൽ 6 ഗ്ലാസ് വെള്ളമായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അത് തിളച്ച് വന്നതിന് ശേഷം അരി ഇട്ട് കൊടുത്തു, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് അങ്ങനെ ഞാൻ കുക്കറിൻ്റെ അടപ്പ് അടച്ചു കൊടുത്തു. കുക്കറിലാണ് വെക്കണത് നെയ്ച്ചോറ്. അങ്ങനെ ഏകദേശം പിന്നെ ബിരിയാണിക്കുള്ള എല്ലാ സംഭവങ്ങളും റെഡിയാക്കി വെച്ച് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ ഒരു വിസിൽ അടിക്കാൻ നിൽക്കാതെ തന്നെ ഞാൻ ഓഫാക്കും. പിന്നെ കുറച്ച് നേരം ആവി കിടന്നിട്ട് റൈസ് ആയിട്ട് വേണം ഓപ്പൺ ആക്കാൻ. പിന്നെ അപ്പത്തിന് ഞാൻ അതിൻ്റെ മുകൾക്ക് ഇടേണ്ട പിന്നെ മല്ലിയിലയും കാര്യങ്ങളൊക്കെ ചെറുതാക്കി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനെങ്ങനെ അടിച്ചൊരു തുടക്കാൻ വേണ്ടി പോയി. തുടക്കേണ്ട കാര്യമില്ല, അധികം ചളിയും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ അടിച്ചു വാരാൻ അത്യാവശ്യം നല്ലോണം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ചോറ് വന്ന് നോക്കിയ സമയത്ത് ചോറ് നല്ലോണം ആയിട്ടുണ്ടായിരുന്നു. പാകത്തെ വേവ് തന്നെയാണ്. പിന്നെ അതേപോലെ ഇനി ദമ്മിടാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ തന്നെയാണ് പിന്നെ ദമ്മിടാൻ വിചാരിക്കണത്. അപ്പോൾ ആദ്യം ഞാൻ പിന്നെ ലേശം നെയ്യും കാര്യങ്ങളൊക്കെ കുക്കറിലാക്കിയതിന് ശേഷം ചിക്കന് ഇട്ട് കൊടുത്തു. പിന്നെ ഗരം മസാലപ്പൊടിയും അതേപോലെ മല്ലിയിലയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. റൈസ് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ഞാൻ കുറച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം കുക്കറിൽ കൊള്ളണുണ്ടായിരുന്നില്ല. അപ്പോൾ റൈസൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെയും മല്ലിയിലയും ഗരം മസാലപ്പൊടിയും നെയ്യൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ പൊരിച്ചെടുത്ത അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളിയും ഒക്കെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു. പിന്നെ ചെറിയ തീയിൽ കുറച്ച് നേരം വെച്ചു, ഒരു 10 മിനിറ്റ് ഏകദേശം. അപ്പോൾ പിന്നെ പാത്രങ്ങളും കാര്യങ്ങളും നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. ഒരു ബിരിയാണിയും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പാത്രം കഴുകാനുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇനി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം മക്കളെ രണ്ടാളെയും കുളിപ്പിച്ചാൻ വേണ്ടിയിട്ട്. ഒരു നല്ല കളിയിലാണ്. ഞാൻ എന്തിനെങ്കിലും നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര അത് കഴിയാതെ നമുക്ക് വേറെ എന്തെങ്കിലും തിരിയാനും കഴിയൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓലെ ശ്രദ്ധിക്കണുണ്ടെങ്കിലും കുളി കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഓലെ കുളിപ്പിച്ചാൻ വേണ്ടി പോകണം. ഇപ്പോൾ അങ്ങനെ ഇസു ഒറ്റക്ക് കുളിക്കാന്ന് പറഞ്ഞു. പിന്നെയാണ് ഓർത്തത് തൈര് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഉള്ളിയും മുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതക്കാണ്. പിന്നെ അങ്ങനെ ഒരു 10 മിനിറ്റിന് ശേഷം കുക്കറോ തുറന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളി ബിരിയാണി ആയിട്ടുണ്ടായിരുന്നു. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ നല്ല. പിന്നെ അധികം കുക്കറിലായതുകൊണ്ട് തന്നെ ഒരു പേടി ഉണ്ടായിരുന്നു ചോറ് നല്ലോണം വേകുമെന്നുള്ളത്. പക്ഷേ പാകത്തെ വേവായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാൻ ആദ്യം മക്കൾക്ക് 2 കൊടുത്തു. ഹെസമോൾ ഒറ്റക്ക് കഴിക്കണം പറഞ്ഞിട്ട് ഓൾ ഒറ്റക്ക് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് ഓൾക്ക് കൊടുത്തു. പിന്നെ ലാസ്റ്റാണ് ഞാൻ കഴിക്കണത്.
ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.